ഇപ്പോൾ ഏറ്റവും അവസാനം മഹാരാജാസിൽ വന്നിട്ടുള്ള ഈ വിഷയം ഉൾപ്പെടെ ആ നിലയിൽ തന്നെ കാണുന്നു. ഇന്നിപ്പോൾ രാവിലെ അറസ്റ്റ് ചെയ്യപ്പെട്ട അനുരാജ് അല്ലേ, അനുരാജ് അയാൾക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയ പക്ഷപാതമൊന്നുമില്ല എന്നൊക്കെയാണ് പറയുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ അനുരാജിനെ കുറിച്ച് നിങ്ങൾ അന്വേഷിക്കണം. അനുരാജ് മുഴുവൻ സമയവും KSU പ്രവർത്തകരോട് ചെലവഴിക്കുന്ന ആളുകളാണ്. ഈ KSU പ്രവർത്തകരാണല്ലോ ഇതിൻ്റെ റാക്കറ്റ്. അതോടൊപ്പം മറ്റൊരു ഫോട്ടോ ഞങ്ങൾ ഇന്നലെ പുറത്തുവിട്ടിരുന്നു. ഇവരെല്ലാം കൂട്ടം കൂടിയിരിക്കുന്ന ഒരു ഫോട്ടോ. ആ ഫോട്ടോ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കാണിക്കണം, എൻ്റെ ഫോണിൽ നിന്ന് തപ്പിയെടുക്കേണ്ടതുണ്ട്. ആ ഫോട്ടോ യഥാർത്ഥത്തിൽ ഇവർ കഞ്ചാവ് ഉപയോഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഉള്ളൊരു ഫോട്ടോ, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ. ഇവരെല്ലാവരും വട്ടത്തിലിരിക്കുമ്പോൾ ഉള്ളൊരു ഫോട്ടോ, കയ്യിൽ ഈ കഞ്ചാവ് ചുരുട്ടിക്കൊണ്ട് ഇരിക്കുമ്പോൾ ഉള്ളൊരു ഫോട്ടോ ആണ്. എന്നാൽ അതിനെക്കുറിച്ചൊന്നും ആരും എവിടെയും പറഞ്ഞതായി കണ്ടിട്ടില്ല. ഞങ്ങൾ പിന്നീടാണ് അതിൻ്റെ സൂക്ഷ്മാർത്ഥത്തിൽ അന്വേഷിച്ച് നോക്കുമ്പോൾ കഞ്ചാവ് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ ആണ് കേരളത്തിൽ മുഴുവൻ KSU നേതാക്കന്മാരും ചുറ്റും ഇരിക്കുന്ന ഘട്ടത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. കഞ്ചാവ് ചുരുട്ടിക്കൊണ്ടിരിക്കുകയാണ് അതിൽ പ്രധാനപ്പെട്ട നേതാക്കന്മാർ. നോക്കൂ, ഈ കേരളത്തിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. എന്നാൽ അവരെ പൂർണ്ണമായും ന്യായീകരിച്ച് അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലത്തെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യാതെ പൂർണ്ണമായും അവരെ സംരക്ഷിക്കുന്ന നിലപാടെടുക്കുന്നതും അതോടൊപ്പം തന്നെ അവരെ ന്യായീകരിക്കുന്ന നിലപാടുമാണ് ഈ വലതുപക്ഷ നേതാക്കന്മാരും കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും മാധ്യമങ്ങളും എടുക്കുന്നത്. ഇതിൽ നിന്ന് പിന്തിരിയണം. ചില മാധ്യമങ്ങൾ അതിൽ മാന്യത കാണിച്ചിട്ടുണ്ട്. ചിലർ ഇന്ന് KSU മലപ്പുറം ജില്ലാ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് കിട്ടിയ മർദ്ദനവുമായി ബന്ധപ്പെട്ട് വാർത്ത കൊടുത്തിട്ടുണ്ട്. എന്നാൽ ചിലർ അതിനെ തിരസ്കരിക്കുന്ന സ്ഥിതിയുണ്ടായി. മനോരമക്കൊന്നും ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല. മനോരമ ഇപ്പോഴും ആ ആദ്യ വാർത്തയിൽ തന്നെ നിന്ന് അതിൽ നിന്ന് തളം വെച്ച് എങ്ങനെയൊക്കെ ഇടതുവിരുദ്ധത പ്രചരിപ്പിക്കാം എന്നുള്ള പരീക്ഷണം നടപ്പിലാക്കിക്കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അജണ്ടയില്ല, ഞങ്ങൾക്ക് പക്ഷപാതപരമായ നിലപാടില്ല എന്ന വായ്ത്താരികൾ തീർച്ചയായും ഇനി ആവർത്തിക്കാതിരിക്കാൻ കേരളത്തിലെ മാധ്യമങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. ശക്തമായി ഇന്ന് ഇതിനെ പൂർണ്ണമായും കൂടുതൽ ഞങ്ങൾ കൂട്ടിവായിക്കുന്നു. കളമശ്ശേരി പോളിയിൽ സംഭവിച്ചത്, മരട് അനീഷിനെ കാണാൻ ചെന്നത്, അതോടൊപ്പം തന്നെ ഇന്ന് മഹാരാജാസ് കോളേജുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന ഈ വാർത്ത, കേരളത്തിലെ മുഴുവൻ ക്യാമ്പസുകളിലും KSU നടപ്പിലാക്കിയിരിക്കുന്ന ഈ ലഹരി വ്യാപനം, ഇതിനെ പൂർണ്ണമായും ഒരേ നിലയിൽ തന്നെ ഞങ്ങൾ കാണാൻ ശ്രമിക്കുന്നു. അത് ആ നിലയിൽ തന്നെ കണ്ട് ശക്തമായ പ്രചരണം അവർക്കെതിരെ സംഘടിപ്പിക്കും എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്.